തളിപ്പറമ്പിൽ അങ്ങിങ്ങായി ടി കെ ഗോവിന്ദന് വേണ്ടിയിട്ട് ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. നിയുക്ത MLA-ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത്രയധികം ആത്മവിശ്വാസമാണോ കണ്ണൂരിന്റെ മണ്ണിൽ UDF-നുള്ളത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ടി കെ ഗോവിന്ദന്റെ വിജയ സാധ്യതകൾ എത്രത്തോളമാണ്? ടി കെ ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 60 വർഷമായി CPM-ന്റെ കണ്ണൂരിലെ ഒരു മുഖമായി പ്രവർത്തിക്കുകയാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത്രയും വളരെ കീ പോസ്റ്റിലാണ് ടി കെ ഗോവിന്ദൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ആ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രം പാർട്ടിയോട് ഇടഞ്ഞ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. കാരണം ഒരു CPM-ന്റെ 60 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാൾ ഇതുവരെയും സ്ഥാനാർത്ഥിയാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. തളിപ്പറമ്പല്ല ഏത് സീറ്റ് ചോദിക്കാനും ടി കെ ഗോവിന്ദന് കഴിയുമായിരുന്നു. അപ്പോൾ കൃത്യമായി ആ പാർട്ടിയുടെ ജീർണത മനസ്സിലാക്കി തന്നെയാണ് ടി കെ ഗോവിന്ദനെ പോലെ ഒരാൾ തളിപ്പറമ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത്. MB ഗോവിന്ദനായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. MB ഗോവിന്ദനായിരുന്നു അവിടെ MLA ആയിരുന്നു. അതിനുശേഷം മന്ത്രിയായിരുന്ന സമയത്താണ് കോടിയേരിയുടെ മരണത്തിന് ശേഷം MB ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. അപ്പൊ ഇത്തവണ അടുത്ത ആര് മത്സരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ലഭിക്കേണ്ട സ്ഥാനം ടി കെ ഗോവിന്ദനായിരുന്നു. പക്ഷേ പകരം CPM-ലെ നിലവിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയങ്ങളുടെ പേരിൽ MB ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകുന്നു. അതിൽ സ്വാഭാവികം അവിടെ ഒരു പൊട്ടിത്തെറിയുണ്ട്. അവിടുത്തെ പാർട്ടിക്ക് തന്നെ എതിരഭിപ്രായമുണ്ട്. ആ എതിരഭിപ്രായം പാർട്ടിയിലെ പല പ്രവർത്തകർക്കുമുണ്ട്. പക്ഷെ അവിടെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചത് ടി കെ ഗോവിന്ദനാണ്. ടി കെ ഗോവിന്ദൻ അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ട് അവിടെ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ വരുന്നു. UDF പിന്തുണ കൊടുക്കുന്നു. ഇപ്പോ അവിടെ ഉയർന്നിരിക്കുന്ന ബോർഡ്, ആ ബോർഡുകൾ നോക്കുകയാണെങ്കിൽ നിയുക്ത MLA-ക്ക് അഭിവാദ്യങ്ങൾ എന്നാണ്. കുറച്ചുനാൾ മുമ്പ് വരെയുള്ള തളിപ്പറമ്പിൽ ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെയുണ്ട്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നോക്കുക, ആ പ്രചരണ സമയത്ത് ടി കെ ഗോവിന്ദന്റെ UDF വെച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുക, പോസ്റ്റർ നശിപ്പിക്കുക. എന്തിന്? ആ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ വന്ന ടി കെ ഗോവിന്ദനെയും CPM നേതാവായിരുന്ന ഭാര്യയും കൂകി ഓടിച്ച CPM പ്രവർത്തകർ നമ്മൾ കണ്ടതാണ്. ആ തളിപ്പറമ്പിലാണ് ഇപ്പോ നിയുക്ത MLA-ക്ക് അഭിവാദ്യം അർപ്പിച്ച് ബോർഡ് വെച്ചേക്കുന്നത്. അപ്പൊ അതൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. തളിപ്പറമ്പിൽ നിന്നായിരിക്കാം കണ്ണൂർ ജില്ലയിൽ ഒരു മാറ്റം വരുന്നത്. ആ മാറ്റം എല്ലാ മണ്ഡലങ്ങൾക്കും വരാം. മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലമുണ്ട്. ഈ ധർമ്മടം മണ്ഡലത്തിലും കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഭൂരിപക്ഷം കുറഞ്ഞു. ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വന്നു പോവുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവസാന ഘട്ടമായപ്പോൾ മുഖ്യമന്ത്രി 4-5 ദിവസം ധർമ്മടം മണ്ഡലത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് കൃത്യമായി റോഡ് ഷോകൾ നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. ഇതാണ് ഒരു മാറ്റം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിന്റെ ഭാഗമായിരിക്കാം ഈ ഫ്ലക്സ് ബോർഡും. അതെ, കണ്ണൂരിലുള്ള CPM പ്രവർത്തകർ, നമ്മൾ ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പലരും പല ഭാഗത്തു നിന്ന് വിളിച്ച് രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുമല്ലോ. അപ്പൊ CPM-ൽ നിന്നുള്ള ഒരു പ്രവർത്തകൻ, ഒരു അടിയുറച്ച പ്രവർത്തകൻ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ MB ഗോവിന്ദന്റെ ഭാര്യ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടി കെ ഗോവിന്ദന്റെ പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പാർട്ടിക്ക് പിഴച്ചു, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്ക് ശരിക്കും പിഴച്ചു. അത് പാർട്ടിയിലെ അണികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. ഭാര്യ രാഷ്ട്രീയത്തിനെതിരാണ് നമ്മുടെ പാർട്ടി, ഭാര്യയെ നിർത്തുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ ഒരു തീരുമാനമെടുത്തു. അതിൽ നിന്ന് പിന്നോട്ട് വലിയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിന്റെ പേരിലാണ് PK ശ്യാമളയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പ്രചാരണം നടത്താൻ ഇവരെല്ലാം നിർബന്ധിതരാകുന്നത്. അപ്പോൾ അവിടെ അടിയുറച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും ഇത് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അവിടെയാണ് 60 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള, 60 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഗോവിന്ദന് വിജയ സാധ്യത കൂടുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പം നിന്ന പല പ്രവർത്തകരുടെയും വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ പരമ്പരാഗതമായ കോൺഗ്രസ് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കണ്ണൂരിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായും ഉണ്ടാകുമല്ലോ, അവരുടെ വോട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏകീകരിച്ച് കൃത്യമായി വരികയാണെങ്കിൽ ഈ ബോർഡ് വെച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു തീരുമാനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം PK ശ്യാമളയുടെ വന്നപ്പോൾ തന്നെ CPM-നകത്ത് സ്വാഭാവികമായി വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ആ എതിർപ്പ് പുറത്തു പറയാൻ കണ്ണൂരിലുള്ള CPM-കാർക്ക് പോലും ഭയമാണ്. ആ ഭയം കൊണ്ടാണ് അത് പറയാതിരുന്നത്. അതിന്റെ അല്ലെങ്കിൽ അതങ്ങ് സ്വാഭാവികമായി അംഗീകരിച്ചു, പാർട്ടി പറഞ്ഞതുകൊണ്ട് അംഗീകരിച്ചതല്ല. അത് പുറത്തു പറയാനുള്ള ഭയം കൊണ്ടാണ് പറഞ്ഞത്. കാരണം നമ്മളിപ്പോ തളിപ്പറമ്പിലെ കാര്യം മാത്രം നോക്കണ്ട. പയ്യന്നൂരിൽ വന്ന് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. അതില് അയാളെ പിന്തുണച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം
എത്ര CPM-കാരാണ് ആക്രമിക്കപ്പെട്ടത്? കാരണം അവിടെ ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്നാണ് പറഞ്ഞത്. ധൻരാജിന്റെ രക്തസാക്ഷിത്വമൊക്കെ CPM വലിയ രീതിയിൽ ആഘോഷിച്ചു. അതിന്റെ ഫണ്ട് തട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് വരുന്നത്. വന്നപ്പോ സ്വാഭാവികമായി CPM-മാർക്ക് തന്നെ ഉള്ളിലുള്ള അമർഷമാണ് അവര് പിന്തുണയിലൂടെ പ്രകടിപ്പിച്ചത്. അതിന് പകരം എന്താണ്, അവരിപ്പോഴും ഭയത്തിന്റെ നടുവിലാണ്. ഇന്നലെ തന്നെ ഇപ്പോഴും പാർട്ടിക്കാരുടെ മുഖത്തടിക്കുന്നത് പോലെ ഈ പറഞ്ഞ ആരോപണ വിധേയനെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അവിടെ നിർത്തുകയും ചെയ്തു. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇതാണ് തീരുമാനിക്കുന്നത്, നിങ്ങളെല്ലാം അനുസരിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും വിമത ശബ്ദം ഉയർത്തി മുന്നോട്ട് വരുന്നത് അതൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. അതിന് സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ പിന്തുണ ലഭിക്കും, ജനങ്ങൾ അത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. കാരണം മുമ്പാണെങ്കിൽ പയ്യന്നൂരിലോ തളിപ്പറമ്പിലോ ഇതുപോലൊരു CPM വിമതന് ഇത്ര അനായാസം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുമായിരുന്നോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പോലും കഴിയില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു വലിയ മാറ്റമാണ്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് എത്ര CPM പ്രവർത്തകർ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റ് വരുന്നു, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വരുന്നു, ഒറ്റപ്പാലത്ത് PK ശശി വരുന്നു, ഇവിടെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വരുന്നു. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് വിമത ശബ്ദങ്ങൾ, അതല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടേതായി പറയാനുള്ളത് ഇനിയെങ്കിലും പുറത്തു പറയണം എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് ഈ വരുന്നതെല്ലാം. അതിലിപ്പം നമ്മളിപ്പം ഐഷ പോറ്റി ആയിരുന്നാലും PK ശശി ആയിരുന്നാലും നമുക്ക് മാറ്റി നിർത്താം. അവർ രണ്ടുപേരും കൊല്ലവും പാലക്കാടുമാണ്. പക്ഷെ അതുപോലെ അല്ല കണ്ണൂര് CPM-നെതിരെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. കാരണം കോൺഗ്രസ് പോലും നമുക്ക് ഇരിക്കൂർ മാത്രം മതി എന്ന് പറഞ്ഞ് കോൺഗ്രസ് പോലും പലതവണ മാറി നിന്ന ജില്ലയാണ് കണ്ണൂര്. അവിടെയാണ് ഫൈറ്റ് ചെയ്യാൻ രണ്ടുപേര് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ CPM-ൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ കലാപങ്ങളുടെ സൂചനയാണ് TK ഗോവിന്ദനും അതേപോലെ കുഞ്ഞികൃഷ്ണനും വന്ന സ്ഥാനാർത്ഥിത്വം, അവർക്ക് ലഭിച്ച ജനപിന്തുണ, അവരുടെ വിജയ സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നമ്മൾ CPM പരാജയപ്പെടുമെന്നും CPM വിമതനായി മത്സരിക്കുന്ന ഒരാൾ വിജയിക്കുമെന്നും പറയുന്ന തരത്തിലേക്ക് ആ വിമത ശബ്ദങ്ങൾ വന്നു എന്ന് പറയുന്ന വലിയ മാറ്റമാണ്. ഈ കെട്ടിമറച്ചു വച്ചേക്കുന്ന കേഡർ സംവിധാനം എന്ന് പറയുന്ന ഈ മറ, ഇത് പൊളിയുന്നതിന്റെ സൂചനയാണ് ഈ കാണുന്നത്. 60 വർഷം പാർട്ടിയുടെ അടിയുറച്ച നേതാവാണ് TK ഗോവിന്ദൻ. നമ്മൾ ഇതുവരെ ഒരു ജനാധിപത്യത്തിലോ ഒരു വലിയ പോസ്റ്റിലോ അയാളെ കണ്ടിട്ടില്ല. അയാൾ പോലും ഇപ്പോഴാണ് ഒരു വിമത ശബ്ദം ഉയർത്തിയതെന്ന് പറഞ്ഞാൽ അതൊരു മാറ്റമാണ്. ഇപ്പോഴത്തെ നേതൃത്വത്തിനോടുള്ള മാറ്റമാണ്, അമർഷമാണ്. അതുപോലെ തന്നെ സർക്കാരിനോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന CPM-ന്റെ നിലവിലെ സംവിധാനത്തിനോടുള്ള എതിർപ്പാണ്. അതെ, ഇപ്പൊ കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് മേഖലകളിലെല്ലാം ഈ പറഞ്ഞ പല പാർട്ടി കോട്ടകൾ, ചെങ്കോട്ടകൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇപ്പോൾ അവിടെയുള്ളവർ പറയുന്നത് സന്ദീപ് വാര്യർക്ക് ഇത്തവണ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരു 2 വർഷം അയാൾ അവിടെ പ്രവർത്തിച്ചാൽ അടുത്ത വർഷം ആ ചെങ്കോട്ട പൊളിയുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ സൂചിപ്പിച്ച പോലെ കണ്ണൂരും കാസർഗോഡും ഈ പറഞ്ഞ ചെങ്കോട്ടകളായ മേഖലകൾ, കൊല്ലം പോലും, ഇവിടെയെല്ലാം ഇവിടെയെല്ലാം UDF കാൻഡിഡേറ്റ്സ് വിജയിക്കുമെന്ന് ചർച്ച ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു 10 വർഷങ്ങൾക്ക് മുൻപവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ ഭയക്കണമായിരുന്നു. സ്ഥാനാർത്ഥികൾ നിൽക്കുക, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ അവർക്ക് നിൽക്കാൻ ഭയമായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ മത്സരിക്കാൻ വരികയാണെങ്കിൽ ഭർത്താക്കന്മാർ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫ്ലെക്സ് വയ്ക്കാനും വിജയിക്കുമെന്ന് പറയാനും പറ്റുന്ന ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഒരുക്കി കൊടുത്തത് CPM എന്ന പാർട്ടി തന്നെയാണ്. അല്ല, ഈ സന്ദീപ് വാര്യരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം CPM-നെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യറിനെ പുറകെ നടന്ന് ആക്രമിക്കുക. കാരണം ഒരു കോളേജിൽ ചെന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചാൽ അവിടുത്തെ SFI-ക്കാരെ കൊണ്ട് തല്ലിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അത് ഇതിനു മുമ്പും തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അന്നൊന്നുമില്ലാത്ത ഭയപ്പാട്, ആ ഒരു ഭയപ്പാട് എന്തുകൊണ്ടാണ്? ചർച്ചയും വിവാദവും ഉണ്ട്. അതെ, വിവാദം എന്ന് പറഞ്ഞാൽ അവരെ ചില സ്ഥാനാർത്ഥികളെ ഭയപ്പെടുന്നു. അത് മാത്രമല്ല, CPM-നെ പോലൊരു സംവിധാനത്തിന് കൃത്യമായി അറിയാം ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ ഈ നമ്മുടെയോടുള്ള ഒരു അമർഷം വല്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. അത് പല രീതിയിൽ പ്രകടിപ്പിക്കപ്പെടാം. പക്ഷെ അത് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഒരു മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ സന്ദീപ് വാര്യറിനെ പോലെ ഒരാൾ തൃക്കരിപ്പൂരിൽ ഉണ്ടെങ്കിൽ CPM-ൽ അസംതൃപ്തരെ കൃത്യമായി നേതൃത്വത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. ആ ഒരു പോയിന്റിലാണ് ഇവരെ എല്ലാം ആക്രമിക്കുന്നത്. അതെ, അതാണ് അവിടുത്തെ പോയിന്റ്. നിഷ്പക്ഷ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതല്ല, അസംതൃപ്തരായ CPM-കാരെ പോലും പുറത്തു ചാടിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ് CPM-നെ കൃത്യമായി ഭയപ്പെടുത്തുന്നത്. TK ഗോവിന്ദനെ പോലെ ഇത്രയും നന്നായി സംഘാടക ശേഷിയുള്ള ഒരാൾ ഇവിടെ നിന്ന് മാറി നിന്നാൽ CPM-ന്റെ തളിപ്പറമ്പിലെ അടിവേര് അറക്കപ്പെടുമെന്ന്
കൃത്യമായി അറിയാന്നുള്ള CPM ആണ്. അതുകൊണ്ടാണ് പിന്നാലെ നടന്ന് പോസ്റ്റർ കീറിയതും ഫ്ലെക്സ് കീറിയതും പൊതുജന മധ്യത്തിൽ കൂകി തോൽപ്പിക്കാൻ ശ്രമിച്ചതും. അതൊന്നും നടക്കാതെ വന്നു എന്നുള്ളത് തന്നെ ഇപ്പൊ തളിപ്പറമ്പില് എല്ലാ ഭാഗത്തും ഈ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ഫ്ലെക്സുകൾ. ഇതിന് ഇനി CPM എന്ത് മറുപടി പറയും?